കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ വീണ്ടും നമുക്കൊരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വളരെ ബിസി സ്കെഡ്യൂൾസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. റൂർക്കലയ്ക്ക് ശേഷം തൈവാൻ കഴിഞ്ഞ് തായ്ലൻഡ് കഴിഞ്ഞ് തൈവാനും ഇവിടൊക്കെയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും അയക്കുകയും മാത്രമല്ല ഫേസ്ബുക്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് കണ്ട് ഇറ്റ് ഈസ് എ ജോയ്. And congratulations, we are crossing now 15,000 likes, which is 2-3 മാസത്തിനകം. It is very good. It is good to know നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. സോ ഫേസ്ബുക്ക് അക്കൗണ്ട് കണ്ടിന്യൂ എൻകറേജിങ് യുവർ ഫ്രണ്ട്സ്. ചില ദിവസങ്ങളിൽ കിട്ടുന്ന ചിന്തകൾ, ചില ദിവസങ്ങളിൽ കിട്ടുന്ന വാക്കുകൾ, വാസ്തവത്തിൽ അതൊക്കെ പിന്നീടാണ് TV പ്രോഗ്രാമിൽ വരുന്നത്. ഫേസ്ബുക്കിൽ യു ഗെറ്റ് ഇറ്റ് റൈറ്റ് away. So thank you very much for standing by us. Thank you very much. മാത്രമല്ല നമ്മളിപ്പോൾ ഡിസംബർ 31 നമ്മൾ ഗിയർ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം വർഷം പോലെ we are very excited. കർത്താവ് ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ്. ഡിസംബർ 31 എന്ന ആ ഡേറ്റിൻ്റെ പ്രസക്തിയല്ല, അന്ന് ഒന്നിച്ച് കുടുംബമായി എല്ലാവരും കൂടുകയും പുതുവർഷം യേശുവിനോട് കൂടെ ചേർക്കുകയും. സോ മിസ് ഔട്ട് ചെയ്യരുത്. എന്നെ കാണുന്ന എല്ലാവരും ഡിസംബർ 31 ഇപ്പം തന്നെ സമയം അതിനുവേണ്ടി വേർതിരിക്കണം, നേരത്തെ വരണം. മാത്രമല്ല ഡിസംബർ 31 റോനക്കിൻ്റെ വിവാഹം കൂടെയാണ് അതിൻ്റെ ഇടയിൽ. നമ്മുടെ മുഴുവൻ സർവീസിൻ്റെ ഏകദേശം 40 മിനിറ്റ് ഇടയ്ക്ക് റോനക്കിൻ്റെ വിവാഹം കൂടെ അതിൻ്റെ ഇടയിലുണ്ട്. പ്രെയർ സർവീസ് ആയിരിക്കും മെയിൻ, പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം വി ആർ സെപ്പറേറ്റിംഗ് ഇറ്റ് സോ ദാറ്റ് പലരും എന്നോട് പറഞ്ഞു തങ്കുറാറെ ഞങ്ങൾക്ക് കൂടെ കൂടണം. സോ ഐ തോട്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ റോണക് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദ ഫാമിലി ആൻഡ് ഐ നോ യു ലവ് ഹിം സോ മച്ച്. സോ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹി ഈസ് ഗോയിങ് ടു എൻറ്റർ ഇൻ ടു എ ന്യൂ era of life. He's going to get married and it's so wonderful. It's a joy. ഈ പ്രേയറിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ശുശ്രൂഷ നടക്കുന്നത് കൊണ്ട് വി ഹാവ് കട്ട് ഡൗൺ എ കോസ്റ്റ്. ഒത്തിരി കോസ്റ്റ് നമ്മുടെ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആ കോസ്റ്റ് വെച്ച് സാമ്പത്തിക വെല്ലുവിളികൾ കാരണം വിവാഹം കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന അനേകരുടെ വിവാഹം നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ നവംബർ 14 നമ്മൾ ആദ്യത്തെ നടത്തു. ഡിസംബർ 7 രണ്ടാമത് നടക്കുന്നു. ഇതിൻ്റെ മുഴുവൻ ചെലവും ഈ വി വോണ്ട് ടു സെപ്പറേറ്റ് ആൻഡ് ജോയ്. വാസ്തവത്തിൽ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമല്ല, ഇതിൻ്റെ ഇടയിൽ ഇവരോട് കൂടെ ഇൻട്രാക്ട് ചെയ്യും, ഇവരുടെ കൂടെ ഷോപ്പിങ്ങിന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ജോയ്. ഞാൻ പറയാം, കൊടുക്കുന്നതിനെ അത്ര സന്തോഷം വേറെ ഒന്നുമില്ല. നമുക്ക് ലഭിക്കുമ്പോഴുള്ള സന്തോഷം അത് കുറച്ച് ദിവസത്തേക്ക് നിൽക്കത്തുള്ളൂ. പക്ഷെ കൊടുക്കുമ്പോഴുള്ള സന്തോഷം ഇറ്റ് ഈസ് ലാസ്റ്റിംഗ് ഫോർ എവർ ആൻഡ് വി ആർ സോ ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പൈസ വെച്ച് തട്ടി നോക്കാൻ പറ്റത്തില്ല. നൗ വാസ്തവത്തിൽ ഈ നമ്മൾ കാണുന്ന ദൃശ്യലോകം, നമ്മളിപ്പോൾ നിങ്ങളെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ സൃഷ്ടിയും ബാക്കിയെല്ലാം അദൃശ്യമായ ലോകത്തിൽ നിന്നും വന്നതാണ്. അദൃശ്യമായ ലോകം എന്ന് പറയുമ്പോൾ ദി അൺസീൻ വേൾഡ്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ, യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. പ്രായോഗിക ജീവിതം, പ്രാക്ടിക്കൽ ലൈഫ്. അല്ലാതെ നമ്മളെ ഒരു മതഭക്തനാക്കാനായിട്ടല്ല കർത്താവ്
വന്നത് തന്നെ. എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യം അതാണ്. യേശു ക്രിസ്തുവിനെ ഒരു മതവൽക്കരിച്ച്, യേശു വിചാരിക്കാത്ത പോലും കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ജനങ്ങളെ സ്വതന്ത്രരാക്കാൻ, പുത്രൻ വന്നത് സ്വതന്ത്രനാക്കാനായിട്ട്, ദ സൺ ഹാസ് കം ടു സെറ്റ് യു ഫ്രീ എന്ന് പറഞ്ഞെങ്കിൽ ആ ഫ്രീഡം കളഞ്ഞ് ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിലാക്കി യേശുവിനെ. പക്ഷേ യേശു എല്ലാവരുടേതുമാണ്. യേശു പറഞ്ഞ ചില വാക്കുകൾ, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്, ലോകത്തെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് തന്നെ പുത്രനെ അയച്ചു. എൻ്റെ അടുക്കൽ വരുന്ന ആരും അവരെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. അവൻ വിശ്വസിക്കുന്ന ഏവർക്കും, ഇവിടെ എവിടെയെങ്കിലും പ്രത്യേക ഒരു സെക്റ്റോ പ്രത്യേക ഒരു മതമോ ഒന്നും പറഞ്ഞിട്ടില്ല. ഗോഡ് കനോട്ട് ഹാവ് എ റിലിജൻ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് മെയ്ഡ് ഇറ്റ് ഇൻ ടു എ വണ്ടർഫുൾ റിലിജൻ. അപ്പോൾ അനുഗ്രഹത്തിൻ്റെയും ഉയർച്ചയുടെയും എല്ലാം തത്വങ്ങൾ, ഈ ഭൂമിയിൽ ഒരു വാഴ്ചയും നിത്യതയുടെ ഉറപ്പും, ഇത് രണ്ടും ഈ തിരുവെഴുത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം വളരെ 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 മനോഹരമായൊരു വചനമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ, By faith we understand that the worlds were framed by the word of God, so that the things which are seen were not made of things that are visible. ലോകങ്ങളെ ഫ്രെയിം ചെയ്തിരിക്കുന്നു എന്ന് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. മലയാളം തർജ്ജിമയിൽ ഇതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് ദ വേൾഡ്സ്, ലോകമല്ല, വേൾഡ്സ്, ലോകങ്ങളെ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു. ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ വീട്ടിൽ ഫ്രെയിം ചെയ്യുന്നത് എന്താ, ഒരു പാർട്ട് ഓഫ് എ ബിഗർ സീനറി. അതിനകത്ത് ഒരു പൂവായിരിക്കും ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു എൻറ്റയർ വലിയ ഫീൽഡിൻ്റെ അകത്തെ നല്ല ഗ്രീനറി അല്ലെങ്കിൽ മൗണ്ടൻ, യു കനോട്ട് ടേക്ക് ഇറ്റ്, ബട്ട് യു ആർ ടേക്കിംഗ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ഈ ദൃശ്യമായ ലോകം ഈസ് എ ഫ്രെയിംഡ് സ്കൾപ്ചർ ഓർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദാറ്റ് അൺലിമിറ്റഡ് ഗോഡ്. ഫ്രെയിം ചെയ്ത്, ആൻഡ് വേൾഡ്സ്, ഒരു ലോകമല്ല, വേൾഡ്സ്. എന്നിട്ട് പറയാണ് ഇതെങ്ങനെയാണ് സൃഷ്ടിച്ചത്, ഇതെങ്ങനെയാണ് ഉണ്ടായത്. ദാറ്റ് വർ നോട്ട് മെയ്ഡ് ബൈ ദ തിങ്സ് ദാറ്റ് വർ വിസിബിൾ. ദൃശ്യലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ അദൃശ്യമായ കാര്യങ്ങളിൽ കൊണ്ടാണ് നിർമ്മിച്ചത്. ഉദാഹരണത്തിന് ഈ കെട്ടിടവും ബാക്കിയെല്ലാം സിമെൻറ്റും മണ്ണും ഒക്കെ ഉപയോഗിച്ചാണ് പണിയുന്നത്. എന്നാൽ ഈ കാണുന്ന ലോകം, ഈ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ലോകം, ഇറ്റ് വാസ് നോട്ട് ബിൽറ്റ് ബൈ വിസിബിൾ തിങ്സ്. ദൃശ്യമായി കല്ലോ മണ്ണോ കൊണ്ടല്ല ഉണ്ടാക്കിയത്. പിന്നെ എങ്ങനെ ഉണ്ടായത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, വാക്കുകൊണ്ട്. ഇറ്റ് വാസ് ബൈ ദ വേർഡ്. അങ്ങനെയെങ്കിൽ ശക്തമായ ലോകമേതാ? ദൃശ്യമാണോ അദൃശ്യമാണോ? വളരെ സിമ്പിൾ, അദൃശ്യലോകം. ആ അദൃശ്യ ലോകത്തെ ചലിപ്പിക്കുന്നത് ഏതാ? നമ്മുടെ വാക്കുകൾ. നമ്മുടെ വാക്ക് പറയുമ്പോൾ അദൃശ്യ ലോകത്തിൽ അത് തട്ടുക. ദറ്റ് ഈസ് ക്രിയേറ്റിംഗ് സംതിങ് ദെയർ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നാവിൻ്റെ, അധരത്തിൻ്റെ ഫലം കൊണ്ട് നിങ്ങളുടെ വയറ് നിറയും, മരണവും ജീവനും നിങ്ങളുടെ നാവിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ടച്ചസ് ദി അൺസീൻ. അദൃശ്യ ലോകത്തെ അത് സ്പർശിക്കുന്നു. അപ്പോൾ തന്നെ ദൃശ്യലോകത്തിലേക്ക് അതിൻ്റെ പ്രസിപ്പിറ്റേഷൻ കാണും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു എലക്ഷൻ നേരിടാൻ പോകുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു ഇതുവരെയും എലക്ഷൻ ഫൈറ്റ് ചെയ്യാത്ത ഒരു പാർട്ടി, പരാജയപ്പെടുമെന്ന് ഉറപ്പ് വന്ന പാർട്ടി, അവരെന്നോട് അവരുടെ പ്രവർത്തകരോട് സംസാരിക്കാനായിട്ട് വിളിച്ചു. എന്നെ സംബന്ധിച്ചോളം ഒരു പൊതു കാര്യത്തിന് എന്നെ വിളിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, എൻ്റെ അഭിപ്രായം പറയാൻ. അവരെല്ലാവരും കൂടിയിരിക്കുന്നത് നിരാശയോടെയാണ്. കാര്യം തോൽവി
ഉറപ്പായ കാര്യം. അതുപോലെ ബലവാൻസ് ആയ പാർട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഞാൻ ആവശ്യപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് മുതൽ നിങ്ങളുടെ എതിർകക്ഷിയുടെ കുറ്റം പറയരുത്. അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു പറയരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, നിങ്ങളുടെ വികസന കാര്യങ്ങൾ പറയുക. 2, നിങ്ങളുടെ വായിക്കൊണ്ട് വാക്കുകൾ ഇനി മുതൽ പറയാൻ പോകുന്നത് നമ്മൾ ജയിക്കും. 3, നിങ്ങളുടെ മുഖത്ത് വാട്ടം വരാതെ സന്തോഷിപ്പീൻ, ചിരിക്കണം. അങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങി. അവിടുത്തെ റിസൾട്ട് വന്നപ്പോൾ ഏകദേശം 90% വോട്ടുകൾ അവരുടേതായിരുന്നു. ദേ വൺ ദ ഇലക്ഷൻ. ഈ കഴിഞ്ഞ ദിവസം വേറെ ഒരു രാജ്യത്തിൽ ചെല്ലുമ്പോൾ തന്നെ അവരുടെ ഇലക്ഷൻ ഈ ജാനുവരിയിലാണ്. സോ അവർ പറഞ്ഞു, "Can you come and talk to us?" അവരോടും പറഞ്ഞത് ഇത് തന്നെ. കാര്യം, നമ്മുടെ വാക്കുകൾ അദൃശ്യ ലോകത്തെ ചലിപ്പിക്കുന്നതാണ്. അതിൻ്റെ വിതച്ചത് ഇപ്പം നമ്മൾ ഇവിടെ മാവ് നട്ടാൽ പിറ്റേ ദിവസം മാങ്ങ കാണത്തില്ല. അദൃശ്യ ലോകത്തിൽ, കാണാത്ത ലോകത്തിൽ അതിനെന്തോ ഒരു പ്രക്രിയയുണ്ട്. ദർ ഇസ് സംതിങ് ഹാപ്പനിങ് ഇൻ ദി അൺസീൻ, അണ്ടർ ദ മഡ്. നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ദിനം തോറും അതിൻ്റെ റിസൾട്ട് കാണാം. മുകളിൽ വരുന്ന പുതിയ ഇലകൾ, അതിൻ്റെ വളർച്ച. എങ്കിൽ അദൃശ്യ ലോകത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ നടന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രത്തിന്, നമ്മുടെ ജീവിതത്തിൻ്റെ ദ കോഴ്സ് ഓഫ് നേച്ചർ ഓഫ് യുവർ ലൈഫ് എന്ന് ദൈവവചനം പറയുന്നു. എൻ്റെ ജീവചക്രത്തിന് തീ കൊളുത്തുന്നത് എൻ്റെ നാവാണ് എന്ന് വചനം പറയുന്നു. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും കേട്ടിട്ടില്ലേ, നിങ്ങൾക്കെതിരെ കൈവശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ കൂടോത്രം മന്ത്രവാദമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ നശിച്ചു പോകും. പ്രിയമുള്ളവരെ, നശിക്കത്തില്ല. നശിപ്പിക്കുന്നത്, പണിയുന്നത് രണ്ടും നിങ്ങളുടെ നാവിലായിരിക്കുന്നത്. അതാണ് ദൈവവചനത്തിൽ നമുക്ക് കാണിക്കുന്ന അനുഗ്രഹവും ശാപവും എല്ലാം നിങ്ങളുടെ വായിക്കാത്തിരിപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞോ, അത് ലഭിക്കും. കാര്യം അത്രയും പവർഫുള്ളാണ് നിങ്ങളുടെയും എൻ്റെയും വാക്കുകൾ. അതിനെ ഉപമിച്ചിരിക്കുന്നത് ഒരു കപ്പലിനെ പോലെയാണ്. ഒരു വലിയ കപ്പലിനെ നിയന്ത്രിക്കുന്ന ഒരു ഷാഫ്റ്റ്, ചെറിയൊരു ഷാഫ്റ്റ്. കപ്പൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ നിയന്ത്രിക്കുന്നത്, കപ്പലിൻ്റെ ഗതി എങ്ങോട്ടാണെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ചെറിയൊരു ഷാഫ്റ്റാണ്. നമ്മൾ കാണാം, ഈ വള്ളത്തെയൊക്കെ പോകുമ്പോൾ അവർ ചെറിയൊരു കമ്പ് വെച്ച് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ വള്ളം മുഴുവൻ അങ്ങ് തിരിഞ്ഞു പോകും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്ന അവയവമാണ് നാവ്. നമ്മുടെ നാവിനെ സൂക്ഷിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ഉയരങ്ങളിൽ നമ്മൾ ചെല്ലും. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ എങ്ങും പരാജയം പോട്ടെ, പരാജയത്തിൻ്റെ ധ്വനി പോലും വരുത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ വാമൊഴിയായി പറഞ്ഞ ചില വാക്കുകൾ. യേശുവിൻ്റെ മുഴുവൻ നിങ്ങൾ ജീവചരിത്രം നോക്കിയാൽ സുവിശേഷങ്ങളിൽ ഒരു പ്രാവശ്യം പോലും പരാജയപ്പെടും, പ്രശ്നമാണ് എന്ന് പറഞ്ഞില്ല. തൻ്റെ വാക്കിൻ്റെ ആ ഉറപ്പായിരുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും നമ്മുടെ ജീവിതത്തെ എത്രയോ പ്രാവശ്യം മരിച്ചാൽ മതിയായിരുന്നു, തല പോയാൽ മതിയായിരുന്നു. വാസ്തവത്തിൽ അത് ഒരു വ്യതയായിരുന്നു. ആ സമയത്തല്ല, പിന്നീട് അത് വളർന്നു വരും. ആത്മീയ നിയമവും ഭൗതിക നിയമവുമുണ്ട്. ഭൗതികമായിട്ടുള്ള നിയമമാണ് ആകർഷണ ശക്തി, ദ ഗ്രാവിറ്റേഷണൽ പുൾ. ഇപ്പം നമ്മൾ 15 നിലയിൽ നിന്ന് എടുത്ത് ചാടിയാൽ താഴെ വീഴും, കൈയും കാലും ഓടിയും. പെട്ടെന്നറിയാം റിസൾട്ട്. ചില ഭാഗങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് 40 km/h പോകാവുള്ളൂ. അവിടെ 250 പോയാൽ വണ്ടി ഇടിക്കും, ആൾ തട്ടിപ്പോവും. അവിടെ ദൈവം എന്നെ രക്ഷിച്ചു എന്ന് പറയരുത്. അവിടുത്തെ പ്രത്യേകതയാണ്, അവിടെ ആ സ്പീഡിലേ പോകാവുള്ളൂ, ചാടരുത്. അത് പറഞ്ഞപ്പോൾ അമേരിക്കയിൽ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും കേസ് കൊടുത്ത് പൈസ വാങ്ങിക്കുന്ന ഒരു ഇടപാടുണ്ട്. ഞാൻ ഒരു സംഭവം നടന്നതാ എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഞാൻ ഈ വണ്ടികളിൽ കാണാറുണ്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം. ഒരു കാരവാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ താനിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തനിക്ക് തോന്നി വെള്ളം ചൂടാക്കണം പുറയിൽ. ഈ കാരവാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവിംഗ് ഉണ്ട്, പുറയിൽ കിടക്കാനും എല്ലാം സൗകര്യമുണ്ട്. താൻ ആ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ക്രൂയിസിലിട്ടിട്ട്
താൻ പുറകെ പോയി, വണ്ടി മറിഞ്ഞ് താഴെ പോയി, $1 മില്യൺ താൻ കമ്പനിയെ സ്യൂ ചെയ്ത്. കമ്പനി അഡ്വക്കേറ്റ് വാദിച്ചൊരു വാദം, സ്റ്റിയറിംഗ് വിട്ടാൽ വണ്ടി താഴെ പോകുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് എഴുതിയില്ല? അതുകൊണ്ട് ഇപ്പം അവിടെ എഴുതിയിട്ടുണ്ട്, ഡ്രൈവിംഗ് സീറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റ് നിങ്ങൾ ഇട്ടേച്ച് പോകരുത്. ഈ ഓരോന്നും എഴുതി വെക്കുന്നത് ആരോ എന്തോ മണ്ടത്തരം കാണിച്ചപ്പോഴാണ്. അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ വിപരീതം ഞാൻ ചെയ്തിട്ട് അവിടെ ഇത് സംഭവിച്ചു. പെട്രോൾ പമ്പിൽ സിഗരറ്റ് വലിക്കരുത്. കാര്യം എന്താ, അവിടെ ഫ്ലെയിമബിൾ മെറ്റീരിയൽ ഇരിക്കുന്നത്. അവിടെ എന്തോ ആരോ അബദ്ധം കാണിച്ചു. അങ്ങനെ ഓരോന്ന് എഴുതി വെക്കാനുള്ള കാരണങ്ങൾ. നോ, അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമുക്ക് ഏതായാലും കാണാം. പനി തലയിൽ ചാടിയാൽ കയ്യും കാലും ഓടിയും എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവിക നിയമമുണ്ട്. ആ നിയമമാണ് ജീവൻ്റെയും ആത്മാവിൻ്റെയും നിയമം. ദൈവവചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്, ഡൂസ് ആൻഡ് ഡോൺട്സ്. എന്നാൽ ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റേത് അപ്പളെ ചാടിയാൽ താഴെ പോയിരിക്കും, ഇതങ്ങനെ പോത്തില്ല. അതിൻ്റെ റിസൾട്ട്, വിതച്ചതിൻ്റെ റിസൾട്ട് നാളെ കാണത്തില്ല, അത് വരും. അതിൻ്റെ താമസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ താമസം എന്താണെന്ന് ചോദിച്ചാൽ, അതിനോട് ദൈവം ഒരിക്കലും നശിപ്പിക്കുന്നവനല്ല, നാശം ഇഷ്ടപ്പെടാത്ത ഒരുത്തനാണ്. ദൈവം നല്ലവനാണ്. ആ ലോയ്ക്ക് മാത്രം കുറച്ച് നീട്ടം, അതിൻ്റെ റിയാക്ഷന് കുറച്ച് കാര്യം അതിനോടകം നമ്മുടെ പറഞ്ഞു വിട്ട വേണ്ടാത്ത വാക്കിനെ ക്യാൻസൽ ചെയ്യാനുള്ള അനുവാദം തരുക. കാരണം 15 നിലയിൽ താഴോട്ട് പോകുന്ന ആളിനെ തിരിച്ച് പഴയതുപോലെ പണിതെടുക്കുന്ന ഒരു പ്രക്രിയ കർത്താവിനുണ്ട്. യേശു പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ സത്യം അറിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-ഉം 32-ഉം വാക്യം വായിക്കാൻ പോവാണ്. ജീസസ് സെഡ് ടു ദെം, ദോസ് ഹു ബിലീവ്ഡ്, ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ് or if you continue in my word, you will be my disciples indeed, and you shall know the truth, and the truth will make you free. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ എന്നാണ് മലയാളം ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്. നിലനിൽക്കുമല്ല, നിങ്ങൾ ഈ പറഞ്ഞ വാക്കിൽ തന്നെ നടക്കുവാണെങ്കിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ സത്യം അറിഞ്ഞതാണ്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നല്ല, ഞാൻ സ്വതന്ത്രമാക്കി നിങ്ങളെ പുത്രൻ സ്വതന്ത്രമാക്കും. ആൻഡ് ദ സൺ ഓഫ് മാൻ സൺ വിൽ സെറ്റ് യു ഫ്രീ എന്നുണ്ട്. അത് പാപത്തിൽ നിന്നാണ്. അത് അവിടെ വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 2 പദമാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നു. ഒന്ന്, ആൻഡ് ദ സൺ വിൽ സെറ്റ് യു ഫ്രീ. ഇഫ് ദ സൺ സെറ്റ്സ് യു ഫ്രീ, യു ആർ ഫ്രീ ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ, അത് എന്നെക്കൊണ്ട് ചെയ്യാൻ മേലായിരുന്നു, അത് പാപമോചനമാണ്. അത് യേശു തൻ്റെ രക്തത്താൽ ക്രൂശിനെ മരണ പുനരുദ്ധാനത്താൽ ചെയ്തു. 2, യേശു പറയാണ്, സത്യം നിങ്ങൾ അറിഞ്ഞ് ആ സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും. ഇറ്റ് വിൽ മേക്ക് യു ഫ്രീ. ഒന്ന്, പുത്രൻ എന്നെ സ്വതന്ത്രനാക്കി. എന്നിട്ട് എവിടുന്ന സ്വതന്ത്രനാക്കിയത്? പിശാചിന് പറയുന്ന ഹീസ് ദ ഈവിൾ സ്പിരിറ്റ് നമ്മൾ പറയും, പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയും. താൻ 2 കാര്യത്തിലാണ് മെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഇഗ്നറൻസ്, അറിവില്ലായ്മ. 2, ഡിസെപ്ഷൻ. ഈ അറിവില്ലായ്മയെന്ന് പറയുന്നത് ആണ് യേശു വന്ന് അറിയിച്ചത്. അതാ നിങ്ങൾ സത്യം അറിഞ്ഞത്. എന്താ അറിഞ്ഞത്? ദൈവം എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന പിതാവാണ്. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ, വിശ്വസിക്കുന്നവൻ പറയുന്നത് പോലെ തന്നെ നടക്കും. അവിടെ ഒരു മതത്തിൻ്റെ പേര് എഴുതിയിട്ടില്ല, വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് പോയി കടലിൽ വീഴാൻ പറഞ്ഞാൽ പറയുന്നത് പോലെ തന്നെ നടക്കും. യേശു പറഞ്ഞതാണ്. എന്നാൽ അത് ഇംപ്ലിമെൻറ്റഡ് ആകുന്ന എപ്പോഴാണ്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇഫ് യു കണ്ടിന്യൂ ഇൻ മൈ വേർഡ്, കണ്ടിന്യൂ ഇൻ ദ ട്രൂത്ത്. എന്താ സത്യം? നിങ്ങളുടെയും എൻ്റെയും വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എത്ര വലിയ മലയാണോ, ആ മലയെ തകർക്കാനുള്ള ശക്തി നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. നോക്കിക്കേ, ഇന്ന് ഒഴുകുന്ന ആറുകൾ നോക്ക്.
ഞാൻ പല ആറുകളുടെ ഉത്ഭവം കാണാൻ പോയിട്ടുണ്ട്, വലിയ വലിയ നദികളുടെ ഉത്ഭവം. എനിക്ക് വലിയ ഇഷ്ടമാണ് അവിടുന്ന് എവിടുന്ന് സോഴ്സ് എന്ന് കാണാനായിട്ട്. എന്നാൽ പല സോഴ്സ് കാണാൻ ചെന്നപ്പം ഞാൻ കണ്ടത് ചിലപ്പോൾ ഒരു ചെറിയ ഡ്രോപ്പായിട്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഓലി. ഇതാണോ വലിയ ആറായി തീർന്നേ? അവിടെ നോക്കുമ്പോൾ ചെറിയ 2-3 ഓലികൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമായി മാറി. ചെറിയ ഒരാൾക്ക് കൈവച്ച് നിർത്താവുന്നേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്ന് താഴോട്ട് ഒഴുകി വന്ന് ഒരു വലിയ വെള്ളച്ചാട്ടമാകും. അതിനോടകം അത് ആറായി മാറും. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഒരു തുള്ളി വെള്ളം ഒരു പാറയുടെ മേൽ വീണാൽ എന്തെങ്കിലും സംഭവിക്കുമോ? സംഭവിക്കത്തില്ല, അത് തെറിച്ചു പോകും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. എന്നാൽ രണ്ടാമത്തെ തുള്ളി വീണാലോ എന്തെങ്കിലും സംഭവിക്കുമോ? 3, 4, 5, 6, ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 1 വർഷം, 10 വർഷം നിങ്ങൾ കാണും ചെറിയ വിള്ളൽ ആ പാറയിൽ വീഴാൻ തുടങ്ങും. ഒരു വഴിയുമില്ല, ഈ ആറ് ഒഴുകുവാനുള്ള പാത ഇല്ല. പക്ഷേ ഈ ഒരു ചെറിയ ഓലികൾ വെള്ളം വീണ് പണ്ട് പലയിടത്തും പോയി, പക്ഷെ അതെല്ലാം ഒന്നിച്ച് ഫോഴ്സ് ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോൾ വർഷങ്ങൾ കൊണ്ട് ഈ വലിയ മല പൊടിച്ച് മണലാക്കിക്കൊണ്ട് തൻ്റെ പാതയെ കൊണ്ട് ഇടിച്ച് ആറ് വരെ, ആ കടൽ വരെ ചാടുന്ന ഒരു അനുഭവം. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവിക്കുന്ന ജലത്തിൻ്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവ് ഒഴുകും. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ഹി വിൽ ലീഡ് യു ടു ദ ട്രൂത്ത് വിച്ച് ഈസ് ഗോയിങ് ടു സെറ്റ് യു ഫ്രീ. ദൈവം ഇറങ്ങി വന്ന് എന്തെങ്കിലും ചെയ്യും എന്ന് ആരെങ്കിലും വിചാരിച്ചെങ്കിൽ അത് തെറ്റാ. ദൈവം ഇറങ്ങി വന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഇനി ഞാനാ അത് ഏറ്റെടുക്കേണ്ടത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയാം, ഈ മെസ്സേജ് തന്നെയാണ് ഞാൻ അടുത്ത ആഴ്ചയും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഈ ഓലി ഉണ്ടാക്കിയ ഈ പവർ എൻ്റെ അകത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സത്യത്തിലേക്ക് നടത്തുന്ന എന്ന് പറഞ്ഞാൽ, എന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കും, TV പ്രോഗ്രാം കാണുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഇറങ്ങിപ്പോകുമ്പോൾ ഇനി ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ആര് പറഞ്ഞു രക്ഷപ്പെടാൻ പോകുന്നില്ല? ഉള്ളിൽ രക്ഷപ്പെടത്തില്ലെന്ന് ആ നിരാശയുള്ള ബോധം വരുമ്പോഴും നാവിലൂടെ അത് പറയരുത്. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് മാത്രമേ ഹൃദയത്തിൽ നടക്കുന്നത് അറിയത്തുള്ളൂ. എന്നാൽ പിശാചന് നിങ്ങളുടെ വായിന്ന് വരുന്നത് മാത്രമേ പിടികിട്ടത്തുള്ളൂ. God is a good God. God is only good. നല്ല ദാനം മാത്രം തരുന്നവനാണ് ദൈവം. ദൈവം നമ്മുടെ ഉള്ളിൽ തൻ്റെ ആത്മാവിനെ ഇട്ട് ആ ജീവിക്കുന്ന ജലത്തിൻ്റെ സ്രോതസ് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ, ഇന്ന് പകൽ നിങ്ങളുടെ വായിന്ന് എന്തെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടോ? ഉറപ്പിച്ചു, ചിലപ്പം ഇന്നല്ല നാളെ അല്ലായിരിക്കും, പക്ഷേ അതിൻ്റെ പ്രതിഫലം വന്നിരിക്കും നിശ്ചയം. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മെസ്സേജ് ഞാൻ വീണ്ടും തുടരാം അടുത്ത ആഴ്ച. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, അറിവില്ലായ്മയുടെ കാലത്ത് അല്ലെങ്കിൽ അറിയാതെ ഞാൻ പറഞ്ഞു പോയിട്ടുള്ള എല്ലാ വാക്കുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിർവീര്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് മുഴുവൻ നിർവീര്യമായി തീരട്ടെ. അത്ഭുതകരമായി കർത്താവേ, അത്ഭുതകരമായി എൻ്റെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിച്ച്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അനുഗ്രഹത്തിൻ്റെ അനുഭവം ഞാൻ കാണാൻ പോവുക. നിങ്ങളുടെ വായിക്കൂട്ടൊന്ന് പറഞ്ഞേ, യേശു എൻ്റെ കർത്താവ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാണ്, സമ്പത്ത് അനുഗ്രഹിക്കപ്പെട്ടത്, ആരോഗ്യം അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിങ്ങൾ ഈ പറയുന്നതെല്ലാം വിതച്ചുകൊണ്ടിരിക്കുക അദൃശ്യ ലോകത്തിൽ. അത് നിങ്ങൾ അനുഭവിക്കും നിശ്ചയം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഞങ്ങൾ ഒറ്റ കുടുംബമാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരും അത്ഭുതകരമായി കർത്താവ് ഉയർച്ച തന്നെ പ്രാപിക്കണം. അങ്ങയുടെ ആഗ്രഹമാണ് ഞങ്ങൾ ഓരോരുത്തരും നല്ല ഉന്നത സ്ഥാനത്തെത്തണം. രാജ്യങ്ങളെ വെളിച്ചം പകരുന്നവരായിട്ടാണല്ലോ ഞങ്ങളെ വെച്ചിരിക്കുന്നത്.
അനുഗ്രഹിക്കുന്ന കടതയ്ക്കായി സ്തോത്രം ചെയ്യുക കർത്താവെ. കരുണയിൽ സൂക്ഷിക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാം ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയായിരിക്കും. കാണാൻ മിസ് ചെയ്യരുത്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രണ്ടായിരത്തി 16 യേശുകോടത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മണി മുതൽ. പുതുവത്സര സന്ദേശം, അത്ഭുത സാക്ഷ്യങ്ങൾ, പ്രാർത്ഥിക്കുക, പങ്കാളിയാവുക. 2016 യേശുകോടത്ത് प्रेम की परिभाषा को ओ मसीह तूने हमको सिखाए, प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों